പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം, ജൂൺ 5 അല്ലേ? അപ്പം പരിസ്ഥിതിയെക്കുറിച്ചുള്ള, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലോ ഈ ദിനം അല്ലേ? അതായത് നമ്മുടെ ജീവനും ജീവിതത്തിനും വേണ്ടി എല്ലാം തരുന്ന അമ്മയെ, നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള എല്ലാം തരുന്ന നമ്മുടെ അമ്മയാണ് ഈ പ്രപഞ്ചം, ഈ പ്രകൃതി അല്ലേ? അപ്പോൾ ആ അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമല്ലേ? നോക്കൂ, എത്ര മനോഹരമാണ് ഈ പ്രകൃതി. നമുക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് അല്ലേ? സസ്യങ്ങളും വൃക്ഷങ്ങളും മൃഗങ്ങളും പക്ഷിമൃഗാദികളും എല്ലാ ജീവജാലങ്ങളും ഇവിടെ ഉണ്ട്. അവർക്കെല്ലാം ഇവിടെ ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ട്. നമുക്കെല്ലാവർക്കും, അവർക്കും നമ്മൾക്കും തുല്യ അവകാശമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ പ്രപഞ്ച സൃഷ്ടാവ് നൽകിയിരിക്കുന്നത്. പക്ഷേ സ്വാർത്ഥരായ, സ്വാർത്ഥമോഹികളായ, സ്വാർത്ഥലാഭമോഹികളായ മനുഷ്യൻ അവയൊക്കെ അവഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ളതാണ് ഇവിടെ വന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് അവർക്കൊക്കെ ജീവിക്കാൻ അസാധ്യമായ രീതിയിലേക്ക് ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തെ മാറ്റിക്കൊണ്ട് മിടുക്കരായിട്ടങ്ങനെ വാഴുകയാണ്. പ്രകൃതിയിൽ പുഴകളുണ്ട്, മലകളുണ്ട്, പൂമരങ്ങളുണ്ട്, കാടുണ്ട്, കാട്ടാറ് ഉണ്ട്, മാമരങ്ങളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്. അവയെല്ലാം ഈ മലീമസമായ വായു ശ്വസിച്ചുകൊണ്ട് ഇല്ലാതായിത്തീരുകയാണല്ലേ? ഇന്ന് നമുക്കപ്പം ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഓർമ്മ ദിനമായി കണക്കാക്കാം. അതുകൊണ്ട് ഇന്ന് മാത്രം നമ്മൾ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് മറന്നു കളയേണ്ട ഒരു കാര്യമല്ല, അത് എന്നും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഭൂമിക്ക് ഒരു സന്തുലിതാവസ്ഥയുണ്ട്. നമ്മയെല്ലാം നിലനിർത്തിക്കൊണ്ട്, നമ്മയെല്ലാം എല്ലാ ജീവജാലങ്ങളെയും സന്തുലിതാവസ്ഥയിൽ, തുല്യാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു കഴിവ് നമ്മുടെ പ്രകൃതിക്കുണ്ട്, നമ്മുടെ പ്രപഞ്ചത്തിനുണ്ട്. അത് ഈശ്വരൻ്റെ ഒരു ലോകാതീതമായിട്ടുള്ള, പ്രപഞ്ചാതീതമായുള്ളൊരു പവറാണ് ഈശ്വരൻ്റെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഒരു പവറാണത്. എല്ലാത്തിനെയും ഒന്നുപോലെ കണ്ട് നിലനിർത്തിക്കൊണ്ടുള്ള കഴിവ്. പക്ഷേ നമ്മൾ മാത്രമാണ് കഴിവുള്ളത്. ബാക്കി എല്ലാവരും മോശക്കാരാന്ന് കരുതി അവഗണിക്കുന്നു അല്ലേ? നോക്കൂ, വാഴകൾ നോക്കൂ, നമുക്കെല്ലാം തന്നിട്ടുണ്ടെന്ന് കരുതി നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ബാക്കി ഉള്ളത് മറ്റുള്ളവർക്കും കൂടി അനുഭവിക്കാനുള്ളതാണെന്ന് നമ്മൾ കരുതുക. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുക്കുക, ബാക്കി മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അപ്പോൾ അവർക്കും കൂടെ വേണ്ടി നമ്മളത് ആവശ്യത്തിന് കഴിഞ്ഞുള്ള ബാക്കി അവിടെ നിലനിർത്തുക അല്ലേ? ഇവിടെ ഞാൻ എന്താ പറയാൻ വന്നെന്ന് വെച്ചാൽ, നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മളെല്ലാം കവർന്നെടുക്കുമ്പോൾ അടുത്ത തലമുറയെക്കുറിച്ച് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ അവർക്കും കൂടെ വേണ്ടി കരുതി വെച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകാവൂ. നമ്മളതിന് പകരം ചെയ്യുന്ന എന്താണ്? ഇന്നേക്കിന്ന് സമ്പാദിച്ചു കൂട്ടുന്നതിന് വേണ്ടി എല്ലാം സ്വന്തമാക്കി, സ്വായത്തമാക്കി കൊണ്ട് നടക്കുകയാണല്ലേ? പിന്നെ ഇപ്പോൾ കർഷകരാണെങ്കിൽ തന്നെ ഈ കൃഷിഭൂമിയിൽ വിളവെടുത്ത് ജീവിക്കേണ്ടവരാണ് അവർ. പക്ഷേ നമ്മൾ നമ്മുടെ പാടത്ത് വിത്ത് വിതയ്ക്കുന്നു, കൃഷി ചെയ്യുന്നു ഒക്കെ ചെയ്യുമ്പോൾ കീടനാശിനികൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു അമിതമായ വിളവ് കിട്ടുന്നതിന് വേണ്ടി. പക്ഷേ അപ്പുറത്ത് ഇതൊന്നുമില്ലാതെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകന് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പുറത്തെ ആൾ ഇഷ്ടം പോലെ വിളവ് കൊയ്യുമ്പോൾ അപ്പുറത്ത് പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളിനൊന്നും കിട്ടുന്നില്ല.
അങ്ങനെയൊക്കെയാണല്ലോ ചില കർഷകർ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, ഒന്നും കിട്ടാതാകുമ്പോൾ. അതുമൊക്കെ നമ്മൾ അവർക്കും കൂടി ജീവിക്കണ്ടേ, അവർക്കും കൂടി കൃഷി ചെയ്യണ്ടേ. പിന്നെ പുഴകൾ, നദികളും പുഴകളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ ഓർമ്മ വെച്ചെന്താ പറയുകയാണ് കേട്ടോ, എൻ്റെ കുട്ടിക്കാലത്ത് അമ്മൂമ്മയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നദികളെ. അന്ന് എത്രയോ ഒരുപാട് നദികളുണ്ടായിരുന്നു. എന്നിട്ടൊരു പാട്ട് രൂപത്തിലാണ് അമ്മൂമ്മ ഞങ്ങൾക്ക് ചൊല്ലി പഠിപ്പിച്ചത്. വടക്കു നോക്കുക പെരിയാറു തന്നോടടുത്തു മൂവാറ്റുപുഴ കിടക്കുന്നു, അടുത്തു മീനച്ചിൽ മണിമല പമ്പ കുളക്കട നിവ നിരന്നു കണ്ടിടം, ധരിക്ക കല്ലടയ്ക്കടുത്തിത്തിക്കര ഉടനെ ആറ്റിങ്കൽ നദിയും കിള്ളിയാർ, കരമന നെയ്യാർ കഴിഞ്ഞു കോതയാർ പരിചിൽ താമ്രവണ്ണിയും പഴയാറും, തിരുവി ധരിക്ക കല്ലടയ്ക്കടുത്തിത്തിക്കര ഉടനെ ആറ്റിങ്കൽ നദിയും കിള്ളിയാർ, കരമന നെയ്യാർ കഴിഞ്ഞു കോതയാർ. അങ്ങനെ ധരിക്ക കല്ലടയ്ക്കട് ഓർമ്മയെന്നാണ്, എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. തിരുവിതാംകൂറിൽ നദികളിങ്ങനെ എത്രയോ എണ്ണവും അമ്മൂമ്മ പറഞ്ഞു, എനിക്കതൊക്കെ ഓർമ്മയില്ല. അപ്പോൾ അത്രയും നദികളുണ്ടായിരുന്നു. ഇന്നതെല്ലാം വറ്റി വരണ്ടു. മഴക്കാലത്ത് മാത്രം പുഴയും നദിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കും. അത് നദികൾ തന്നെ ഒരുപാട് നദികൾ നശിച്ചിട്ട് പിന്നെ അതെല്ലാം ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. കൃഷിഭൂമികൾ ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് അരി എന്നുള്ള ഒരു അത്ഭുത വസ്തുവായി മാറും. നെൽകൃഷി ഒന്നും ഇനിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ നദികളെല്ലാം മണലൂറ്റി വാരി സ്വന്തം കീശ നിറയ്ക്കുന്നതിന് വേണ്ടി മണൽ ഊറ്റി വാരി വിറ്റ് കുഴികളാക്കി ആ നദികളെല്ലാം ഇല്ലാതായി പോകുന്നു. മലകൾ, കാടും മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് വനങ്ങളില്ലാതാകുന്നു. വനങ്ങളൊക്കെ ഓരോ മരങ്ങളും ഓരോ ഇൻഡിപെൻഡൻ്റാണ്. കാടെന്ന് പറയുന്ന ഒരുപാട് വൃക്ഷങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടമാണ് കാട്. അപ്പം നമ്മൾ കാടിനടുത്തേക്ക് പോയാൽ ഓരോ വൃക്ഷങ്ങളായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. അപ്പോൾ പല ഒന്നുകൾ ചേരുമ്പോഴാണല്ലോ ഒരുപാടായി മാറുന്നത്. ആ കാടെല്ലാം വെട്ടി നശിപ്പിക്കും. കാടവിട മക്കളെ നാടവിട മക്കളെ എന്ന് പറഞ്ഞ കവിതയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ നശിപ്പിച്ചു. ഞാൻ മുറ്റത്തൂടെ, എനിക്ക് അധികം നടക്കാൻ വയ്യ കേട്ടോ, മുറ്റത്തൂടെ നടക്കാൻ വയ്യെങ്കിലും ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഈ പ്രകൃതിയെ ഒന്ന് കണ്ടുകൊണ്ട് തന്നെ ഇതൊക്കെ സംസാരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നില്ലേ പ്രസക്തിയുള്ളത്. അപ്പോൾ നമ്മൾ പുഴകളെയും മരങ്ങളെയും നമ്മൾ ഒരു മരം എങ്ങനെയും വെട്ടി നശിപ്പിക്കേണ്ട ആവശ്യം വന്നാൽ നമ്മളപ്പം തന്നെ ഒരു മരം അവിടെ വയ്ക്കണം. നമുക്കിപ്പോൾ പെരയോട് ചേർന്ന് ചാഞ്ഞ് നിൽക്കുക ഒരു വൃക്ഷം, അത് നമുക്ക് വെട്ടാതെ പറ്റില്ല അല്ലേ. പക്ഷേ അപ്പം നമ്മൾ വേറൊരു വൃക്ഷം അവിടെ വെച്ചിരിക്കണം. നമ്മൾ ഓരോ കുഞ്ഞു കുട്ടികളെയും ഒരു തൈ നടാൻ ഇന്നത്തെ ദിവസമെങ്കിലും നമ്മൾ ശീലിപ്പിക്കണം, പഠിപ്പിക്കണം. അവരൊക്കെ അപ്പോൾ പ്രകൃതിയുടെ ഭാഗമായി മാറുകയാണ്. അത് നമുക്കൊരു മനസ്സിൻ്റെ സന്തോഷമാണ്. നോക്കൂ, എത്ര മനോഹരമാണ് നമ്മുടെ ഈ പ്രപഞ്ചം. നമുക്കെല്ലാം തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതെല്ലാം ഇല്ലായ്മ ചെയ്യുകയാണ്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. ഓരോ ദിവസവും ഈ ജൂൺ 5 ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ട് നാളെ മുതൽ നമ്മൾ അതിനെക്കുറിച്ച് യാതൊരു പ്രവർത്തനവും ഇല്ലാതിരിക്കരുത്. അപ്പോൾ ഈ പരിസ്ഥിതിയെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുന്നവർ തന്നെയാണ് പരിസ്ഥിതി നശിപ്പിക്കുന്നതും. ഈ പ്രപഞ്ചത്തെ നിലനിർത്തേണ്ട കടമ നമുക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ഇതൊക്കെ പറയുന്നു, നാളെ മുതൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നു. കാറിലൂടെ പോകുമ്പം കാണാം വലിയ മാലിന്യ കൂടാരങ്ങൾ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് മെയിൻ റോഡിലൂടെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ആളുകളെ എനിക്കറിയാം. പരിസ്ഥിതി പ്രവർത്തനത്തെക്കുറിച്ച് ഘോരം പ്രസംഗിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. അവർ പ്ലാസ്റ്റിക് എറിയേണ്ടടുത്ത് പ്ലാസ്റ്റിക് ഇടേണ്ടടുത്ത് പ്ലാസ്റ്റിക് ഇടണം, മാലിന്യങ്ങൾ ഇടേണ്ടടുത്ത് മാലിന്യങ്ങൾ ഇടണം. ഓരോന്നും ഇടാൻ, അല്ലാതെ ഇത് കിണറ്റിലേക്കും തോട്ടിലേക്കും റോഡിലേക്കും ആറ്റിലേക്കും വലിച്ചെറിയേണ്ടതല്ല പ്ലാസ്റ്റിക്കും മലിന്യ സാധനങ്ങളുമൊക്കെ. നമുക്ക് പിന്നെ ഫാക്ടറികളൊക്കെ ഉണ്ടാകുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ചാലിയാർ പുഴയിലെ സംഭവങ്ങളൊക്കെ.
ഗ്വാളിയർ റയൻസ് ഒരു വലിയ സ്ഥാപനം ഉണ്ടായപ്പോൾ എല്ലാവരും കുറേ പേർക്ക് ജോലി കിട്ടുമെന്നൊക്കെ സന്തോഷിച്ചു. പക്ഷെങ്കിൽ അത് എത്ര പേർക്ക് ആ ചാലിയാർ പുഴ മുഴുവനും മാലിന്യം നിറഞ്ഞു. അവിടെയൊക്കെയുള്ള ഒരുപാട് പേര് ക്യാൻസർ രോഗികളായിട്ട് മാറി. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. വലിയ ശമ്പളമൊക്കെ കിട്ടുന്ന ജോലികൾ അവിടെ കിട്ടുന്നു എന്നുള്ളത് മാത്രം. നമ്മളുണ്ടെങ്കിലേ ശമ്പളമുള്ളൂ, ജോലിയുള്ളൂ. ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ, കുറഞ്ഞ പക്ഷം നമ്മൾ ഈ പ്ലാസ്റ്റിക്കെങ്കിലും വലിച്ചെറിയാതെ, പ്ലാസ്റ്റിക് കത്തിക്കുന്നതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ. ഇത് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് നമ്മൾ കത്തിച്ചില്ലെങ്കിലും നമ്മുടെ പരിസരങ്ങളിലെല്ലാം ഇത് കത്തിക്കും. എന്നും ഒരു വീട്ടിൽ നിന്നെങ്കിലും ഓരോ പ്രദേശത്തും ഇത് കത്തിച്ച പുക ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കൽ നിർത്തുക, ഈ മലിനീകരിക്കുന്ന പ്രവണതകൾ നിർത്തുക, വേസ്റ്റുകൾ ഇടേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഇടുക. നമ്മുടെ ഭൂമിയെ, പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ നമ്മൾ ജാഗരൂകരാകുക. പിന്നെ നമുക്ക് ഈ കീടനാശിനികളുടെ അമിതപ്രയോഗമൊക്കെ നമ്മുടെ പച്ചക്കറിയെല്ലാം വിഷമയമായിട്ട്, അതൊക്കെ മനുഷ്യൻ തന്നെ ചെയ്യുന്നതല്ലേ. ഈശ്വരൻ പ്രകൃതിദത്തമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന എല്ലാം പരിശുദ്ധമാണ്. അതിനെ മലീമസമാക്കിയിരിക്കുന്നത് നമ്മൾ തന്നെയാണല്ലേ. ശുദ്ധവായു, ശുദ്ധജലവും എല്ലാം നമ്മുടെ മണ്ണിൽ സംരക്ഷിക്കാൻ നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടി ഇതൊക്കെയാണ് നമ്മൾ കാത്തുരക്ഷിക്കേണ്ടത്. നമ്മളിവിടുന്ന് അങ്ങ് ജീവിച്ചു പോയി കഴിഞ്ഞാലും ആരോ ഒരാൾ പാടിയല്ലോ, ഓർത്തു വരട്ടെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക്, ഞാനെൻ്റെ മൈക്ക് അതിൻ്റെ കൂടെ നോക്കി, ഈ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് പോന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ എന്ന് പാടിയില്ലേ. എന്ന് പറഞ്ഞതുപോലെ ഇതാ ഈ പൂക്കളും ചെടികളും മരങ്ങളും സസ്യലതാദികളും വൃക്ഷലതാദികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടല്ല ജീവിക്കാൻ സാധിക്കുകയില്ല. പ്രകൃതിയിൽ നമ്മളെ ഈശ്വരൻ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചവുമായിട്ടൊക്കെ നമ്മൾ സന്തുലിതാവസ്ഥയിൽ പോകുന്നതിനും ഒക്കെ വേണ്ടിയല്ലേ. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല. ചെറുതായിട്ട് ഇന്നത്തെ ദിവസം എന്തെങ്കിലും 4 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു മനസാക്ഷിക്ക് ഒരു വിഷമം പോലെ. അതുകൊണ്ടാണല്ല, ഇതൊരു പ്രസംഗമോ പ്രഭാഷണമോ ഒന്നുമല്ല. മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളായാലും ശരി, എല്ലാവരും ഒരു ചെടിയെങ്കിലും ഇന്ന് കുത്തിവയ്ക്കാൻ നോക്കണം. ഒരു ചെടി നടുമ്പോൾ, അത് മുള വരുമ്പോൾ, അതിന് വെള്ളം നനയ്ക്കുമ്പോൾ, അതങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമല്ലേ. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കാം. നന്മയും സ്നേഹവും ഉള്ള ഒരു സമൂഹം ഉള്ള മനസ്സുകളുണ്ടാകട്ടെ. നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, പ്രകൃതിയെ സംരക്ഷിക്കുന്ന, നന്മയും സമാധാനവും സാഹോദര്യവും സഹവർത്തിത്വമുള്ള ഒരു ജനത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഞാൻ സുഗതകുമാരി ടീച്ചറെ ഓർത്തുപോയി. ഏറ്റവും അധികം പരിസ്ഥിതി സംരക്ഷകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറെ 4 വരി ഓർക്കട്ടെ. ഒരു തൈ നടാൻ നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം 100 ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഓർമ്മയിൽ 4 വരി വന്നങ്ങ് ചൊല്ലിപ്പോയതാ. സുഗതകുമാരി ടീച്ചറെ സ്മരിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ മലീമസമാക്കാതിരിക്കാൻ പ്രാപ്തരായ നല്ല കുഞ്ഞുങ്ങൾ, നല്ല തലമുറ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. കാടും മേടും ആറുകളും പുഴകളും ഒക്കെ നിലനിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഇപ്പം തന്നെ നന്നായിട്ട് കോരിച്ചൊരിഞ്ഞ മഴ പെയ്യുന്ന ഒരു സമയമാണിത്. പക്ഷേ ഇതാ നല്ല വെയിലത്താണ് ഞാൻ വെളിയിൽ നിന്നുകൊണ്ട് മുറ്റത്ത് നിന്നുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്നത്. ഇതൊക്കെ എന്താണ്, മറ്റേ സ്കൂൾ തുറക്കുന്ന അന്ന് മഴ തുടങ്ങും. ഇതിപ്പോൾ സൗകര്യം മഴയില്ലാത്തതുകൊണ്ട് നല്ലതാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അല്ല, ഇതൊക്കെ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റിയതിൻ്റെ കാരണങ്ങളാണ്. മഴക്കാലത്ത് മഴ പെയ്യുന്നില്ല, വേനൽക്കാലത്ത് ചൂട് അധികമാകുന്നു. ഇതെല്ലാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടിയതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ വെളിച്ചത്തോടും ഈ വെയിലോടും കൂടി ഇവിടെ നിൽക്കുന്നത്. ഈ പ്രപഞ്ചം അതിൻ്റേതായ താളത്തിലും താളബോധത്തിലും മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ല തലമുറ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ ഇനി വരുന്ന തലമുറയ്ക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ
എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളോടെല്ലാവരോടും ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ആസ് എ ടീച്ചർ, ആസ് എ മദർ, ആസ് എ വുമൺ, ഒരു മനുഷ്യജീവിക്ക് ഇന്നത്തെ ദിവസം അതിൽ കൂടുതൽ പറയാനില്ല. പക്ഷേ ഇന്ന് നമ്മളിതൊക്കെ കണ്ട് നാളെ മറക്കരുത്. നാളെയും നമ്മൾ തുടരണം, ചെറിയ തോതിലെങ്കിലും. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമ്മുടെ മാതാവാണ് പ്രപഞ്ചം, പ്രകൃതി. അമ്മ നമുക്കെല്ലാം തന്നിട്ടുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്നുമുണ്ട്. അമ്മയില്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അമ്മയെപ്പോലെ കരുതി ഈ പ്രപഞ്ചത്തെ കാത്തുരക്ഷിക്കുക എന്നുള്ള സന്ദേശമാകട്ടെ നമ്മുടെയൊക്കെയും സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. ലോകാസമസ്ത സുഖിനോ ഭവന്തു.